ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പ്രിയമുള്ളവരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനമാണ്. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുവൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുക. ഇന്നത്തെ ലോകം നമ്മെ പഠിപ്പിക്കുന്നത് സ്വയം ഉയരുക, സ്വയം നന്നാവുക, സ്വയം നേട്ടം നോക്കുക, മറ്റുള്ളവരെക്കാൾ മുൻപിൽ നിൽക്കുക എന്നതാണ്. നമ്മൾ ഉയരുന്നതോടൊപ്പം, നമ്മൾ വളരുന്നതോടൊപ്പം, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ നേടുന്നതോടൊപ്പം നമുക്ക് എന്തുണ്ടാകണമെന്ന് കൂടെ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് വിനയവും താഴ്മയും മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠരായിട്ട് കാണാനുള്ള മനോഭാവം ഉണ്ടാകണം. നമുക്ക് 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, നമ്മൾ ഇടപെടുന്ന വ്യക്തികളിൽ നിന്ന് നന്മകൾ പുറപ്പെടുവിക്കുക, അതോടൊപ്പം തന്നെ നമ്മൾ ഇടപെടുന്ന വ്യക്തികളിൽ നിന്ന് തിന്മയും പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കും. ഇത് 2 കാര്യങ്ങളാണ് അച്ഛൻ ഇന്നത്തെ ഈ തിരുവചനവുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, സ്വാർത്ഥത ഒഴിവാക്കുക. സ്വാർത്ഥത മനുഷ്യബന്ധങ്ങളെ തകർക്കുന്നു. അത് കുടുംബത്തിലായാലും സഭയിലായാലും സുഹൃത്ത് ബന്ധങ്ങളിലായാലും എല്ലായിടത്തും പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് സ്വാർത്ഥതയാണ്. എൻ്റെ ആഗ്രഹം, എൻ്റെ അവകാശം, എൻ്റെ മഹത്വം എന്ന ചിന്തയാണ്. ക്രിസ്തീയ ജീവിതം എന്നത് എനിക്ക് എന്ത് കിട്ടുമെന്ന ചോദ്യത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് എനിക്ക് എന്ത് ചെയ്യാൻ എന്ന ചോദ്യത്തിലേക്കുള്ള മാറ്റമാണ്. ഒന്നുകൂടെ പറയട്ടെ, ക്രിസ്തീയ ജീവിതം എന്നത് എനിക്ക് എന്ത് കിട്ടുമെന്ന ചോദ്യത്തിൽ നിന്ന് മറ്റുള്ളവർക്കായി എനിക്ക് എന്ത് ചെയ്യാം എന്ന ചോദ്യത്തിലേക്കുള്ള മാറ്റമാണ്. 2-ാമത്തെ കാര്യം, മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് കരുതുക. നമ്മൾ ഓരോരുത്തരെയും ദൈവം വിലയേറിയവരായിട്ടാണ് കാണുന്നത്. നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോരുത്തരും നമ്മളെക്കാൾ ശ്രേഷ്ഠരാണെന്ന മട്ടിൽ പെരുമാറുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. പ്രത്യേകിച്ച് ചെറിയവരെന്ന് നമ്മൾ കരുതുന്ന മനുഷ്യരോട് അല്പം ആദരവ് കാണിക്കാനുള്ള വിനയം നമുക്കുണ്ടെങ്കിൽ വിസ്മയിപ്പിക്കുന്ന പരിവർത്തനം അവരിലുണ്ടാകും. അതാണ് സക്കായിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സക്കായിയെ അവൻ്റെ കുറവുകളോടുകൂടെ കർത്താവ് അംഗീകരിച്ചു, ശ്രേഷ്ഠനായിട്ട് കരുതുകയാണ്. അവൻ്റെ ജീവിതത്തിൽ പരിപൂർണമായ മാറ്റം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഈ നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് സ്വാർത്ഥത ഒഴിവാക്കാം, മറ്റുള്ളവരെ ശ്രേഷ്ഠമായി കരുതാം. അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.